കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ മെമ്പേഴ്സ് ഓൺലി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. തമ്പനയില് കണ്ടതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭാര്യ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കള്ളക്കേസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും എതിരെയായിട്ട് കുടുംബ കോടതിയിലും നമുക്ക് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എതിരെയായിട്ട് ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുടുംബ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെതിരെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുവാനായിട്ട് പോകുമ്പോൾ എത്ര രൂപയാണോ നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ക്ലെയിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, പരമാവധി വീട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വീടിൻ്റെ ആധാരത്തിൻ്റെ ട്രൂ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം? ഈ കേസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ വീട്ടുകാർ ഒരു KVAT ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യുവാനായിട്ട് കുറച്ച് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്നതായിരിക്കും. അപ്പം നമുക്കറിയാം, ഈ ആധാരത്തിൻ്റെ കോപ്പി എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ പറയുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് എടുത്തതിന് ശേഷം അത് വെച്ചുകൊണ്ട് തന്നെ കുടുംബ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അതിൽ 1-ാം പ്രതിയായിട്ട് ഭാര്യനെ വെക്കണം. 2-ാം പ്രതിയായിട്ട് നിങ്ങൾക്ക് എതിരെ ആരൊക്കെയാണോ കള്ളക്കേസ് കൊടുക്കുവാനായിട്ട് നിന്നിട്ടുള്ളത് അവരെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടുപ്രതികളാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൂട്ടുപ്രതികളാക്കി വെക്കുന്ന ആളുകളുടെ സ്വത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാം? അറ്റാച്ച് ചെയ്യാം. കാരണം ഭാര്യയ്ക്ക് സ്വത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഭാര്യയുടെ അമ്മയുടെ പേരിലോ അച്ഛൻ്റെ പേരിലോ ആയിരിക്കും അവരുടെ വീടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ട്രൂ കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കള്ളക്കേസാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള കൗണ്ടർ കേസുകൾ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിലീഫ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.